പ്രമുഖ നടി വീണ ജോർജിന്റെ അതങ്ങനെയല്ല, നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പുതിയൊരു നാടകം വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പേ ഈ നാടകത്തിന്റെ പിന്നിലെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം. നാടകത്തിന്റെ പിന്നിലെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. അങ്ങനെ ഇരിക്കെ ഒരു സ്ത്രീയുടെ വയറ്റില് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കത്രിക കുടുങ്ങി. അത് വെറും കത്രികയല്ല, ചുണ്ട് വളഞ്ഞിരിക്കുന്ന കത്രിക. ആ കത്രിക വേറെന്തോ പേര് പറയും, അതൊക്കെ ഡോക്ടേഴ്സിന്റെ ടൈം, നമ്മളതൊന്നും അറിയണ്ട. ഒരു കത്രിക കുടുങ്ങി. ഈ കത്രികയോട് ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയോട് ചോദ്യം വന്നപ്പോഴത്തേനും ആരോഗ്യമന്ത്രി അത് ഞാനല്ലല്ലോ, അത് അവര് വെച്ചതല്ലേ, അവരോട് ചോദിച്ചേക്ക്, അത് അവർ ഓപ്പറേഷൻ ചെയ്തതിന് ആരോഗ്യമന്ത്രിയായിട്ടുള്ള ഞാൻ എന്തിനു ചെയ്യും, എനിക്കതൊന്നും അറിയാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള മെഴുകൽ ന്യായീകരണങ്ങളാണ് കുറച്ച് ദിവസം കൊണ്ട് കൊടുത്തോണ്ടിരുന്നത്. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ആൾക്കാര് ഈ ഗുലാബ് സിന്ദാബാ സമരം വിളിച്ചു. ഈ സമരം വിളിച്ച സമയത്ത് വീണ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി അങ്ങോട്ടേക്ക് കയറി പ്രകമ്പനം കൊണ്ട് ഉടക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. അതായത് ഈ LDF പാർട്ടി മന്ത്രിമാരിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇവരെ ആരും കരിങ്കൊടി കാണിക്കാൻ പാടില്ല. രണ്ട്, ഇവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. മൂന്ന്, ഇവരോട് ആരും മിണ്ടാൻ പാടില്ല, എല്ലാവരും ഓംബ്ര എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം. ഈ സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സർക്കാരിലെ ചില മന്ത്രിമാരെ കൊണ്ട് എനിക്ക് ഫീൽ ചെയ്ത സാധനങ്ങൾ. ഇപ്പോ നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേനും നമ്മളെ സഹായിക്കാനായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തന്നെയായിരിക്കും. മറ്റവരിൽ നിന്നും ഒരു സഹായം എനിക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് സഹായം കിട്ടിയിട്ട് മൊത്തം ഇവരിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഏതായാലും നമുക്ക് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നാടകം ഒന്ന് കണ്ടുകളാം. ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കെ അവരുടെ കീഴിലുള്ള ഒരു മേഖലയിൽ ഒരു പിഴവ് കണ്ടുപിടിച്ചപ്പോ സ്വാഭാവികമായിട്ടും ആരോഗ്യമന്ത്രിയോടെ ചോദിക്കൂ. അന്നേരം എന്താണ് നിനക്ക് വേണ്ടത്, നീ ആരോടെ ചോദിക്കാൻ എന്നും പറഞ്ഞ് അങ്ങോട്ട് തട്ടിക്കയറിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മള് 2026 രാജഭരണം കഴിഞ്ഞു. ഇപ്പോ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ജനങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതിനുള്ള ഉത്തരം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോവുക, ഉത്തരമില്ലെങ്കിൽ മിണ്ടാതെ പോവുക. ഉത്തരം പറ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളുണ്ടായി. ഈ വീണ ജോർജിന്റെ കഴുത്തിന് അടി കെട്ടിയിട്ടുണ്ടത്രേ. അത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട് പറയുകയാണ് ആരോടോ. അങ്ങനെ വന്നപ്പോഴത്തേന് യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചമ്മളെ. യൂത്ത് കോൺഗ്രസ്സുകാര് മന്ത്രി വീണ ജോർജിനെ അടിച്ചു അല്ലെങ്കിൽ പരിക്കേൽപ്പിച്ചു എന്ന് പറയുമ്പോ അവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു 10 പോലീസുകാരുണ്ടാവും. ഈ 10 എണ്ണത്തിനും പിരിച്ചു വിടണം. നിങ്ങളുടെ ദേഹത്ത് അവർ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പോലീസുകാരുടെ കഴിവില്ലായ്മയായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റൂ. വെച്ചിട്ടില്ലല്ലോ, അവര് വട്ടം കയറി പിടിച്ച് നിങ്ങളെ സംരക്ഷിച്ചിട്ടില്ലയോ, അപ്പൊ അത് കള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ബാക്കി ഈ പുള്ളിക്കാരൻ നിങ്ങൾ ശ്രദ്ധിച്ചാ? ഈ പുള്ളിക്കാരനെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ. ഇത് പുള്ളിക്കാരുടെ PA ആണെന്നും ഗവൺമെന്റ് ആണെന്നും ഒക്കെ പറയുന്നു. PA ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്ന വസ്ത്രം കറുത്ത വസ്ത്രം, പുള്ളിക്കാരന്റെ കയ്യിലെ ബാഗ് കറുത്ത ബാഗ്. ഈ കറുത്ത വസ്ത്രം യൂത്ത് കോൺഗ്രസ്സുകാർ ഇട്ട് കഴിഞ്ഞാൽ കറുപ്പ് നമുക്ക് അയിത്തം. അയ്യേ ശിവ കറുപ്പ് അങ്ങോട്ട് മാറി നിൽക്കുക. നമ്മുടെ കൂടെ ഉള്ളവരിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ഇത് പ്രീ പ്ലാൻഡ് ആണോ എന്ന് തോന്നുന്നു. ഈ കറുപ്പ് ഡ്രസ് ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞത്. എനിക്കറിയാൻ പാടില്ല പുള്ളി എന്താണെന്നുള്ളത്. ഏതായാലും പുള്ളി വീണ ജോർജിന്റെ സംരക്ഷണത്തിന് കൂടെ തന്നെ ഉണ്ട്, അത് മനസ്സിലാക്കുക. കരിങ്കൊടി പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഹാലിളകും. യൂത്ത് കോൺഗ്രസ് ആൾക്കാർ കരിങ്കൊടി പൊക്കിയിട്ടുണ്ട്. കരിങ്കൊടി പൊക്കിയപ്പോ ഇളകട്ടെ, ഹാലിളകട്ടെ. നിങ്ങൾ ആരോടാണ് ഈ ചൂടാവുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ടെങ്കിൽ മന്ത്രി എന്ന നിലയിൽ താങ്കൾ അതിന് ഉത്തരം പറയുക. ഉത്തരം ഇല്ലാത്ത പക്ഷം മിണ്ടാണ്ട് പോവുക. അല്ലാതെ നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ നിങ്ങൾ ആർത്തു ദേഷ്യപ്പെട്ടിട്ടോ അവർക്കെതിരെ ശബ്ദം ഉയർത്തിട്ടോ ഒന്നും കാര്യമില്ല. അന്നേരം ഇതുപോലത്തെ പല നമ്പറുകൾ ഇറക്കേണ്ടതായിട്ട് വരും. ഇത് ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് കണ്ടപ്പോ ഫീൽ ചെയ്തത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ വീണ്ടും പറയുന്നു, എന്നെ ആപത്ത് ഘട്ടങ്ങളിലെല്ലാം സഹായിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്, നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതുപോലത്തെ കള്ളത്തരം കാണിക്കുന്ന ഇവരെ നല്ല കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇതിന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ.
ഹലോ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ച് പേര് നടന്നു വന്നിട്ട് അവിടെ ഉന്തും തൊള്ളും ഉണ്ടായി. പക്ഷേ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്തനക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. വളരെ ഫ്രഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ തുടർന്ന് നമ്മുടെ വീണ ജോർജ് ആശുപത്രിയിലാവുകയും ചെയ്തു. ഈ സാധനം ഈ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ 5 വർഷത്തെ ഭരണമാണ് ഈ ഇലക്ഷൻ വരുമ്പോഴത്തേനും മൂല്യനിർണ്ണയിക്കപ്പെടുന്നത്. LDF എന്നല്ല UDF എന്നല്ല, അവരോടും കൂടെ ചേർത്ത് പറയുന്നത്. അപ്പൊ ഈ 4.5 വർഷവും ഒരുമാതിരി ഉണ്ടാക്കിയ ഭരണം ചെയ്തിട്ട് ലാസ്റ്റ് ഒരു വർഷം എത്തുമ്പോഴത്തേനും കുറെ കിറ്റുകൾ വരി കൊടുക്കുക. ഇതായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം എന്താ, ഇത് നമ്മുടെ ട്രംപ് പയറ്റിയ നാടകം. ചെവി വെടികൊണ്ടതിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് കാണിച്ചു. ട്രംപ് അവിടുത്തെ പ്രസിഡന്റായി. അതേപോലെ വീണ ജോർജ് ഇനി ഇവിടുത്തെ ഇതാവുമോ നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു പ്രസക്ത ഭാഗം കൂടെ കാണാം കേട്ടോ. ആടാ, നമ്മുടെ പിണറായി സഖാവ് എത്തിയിട്ടുണ്ട്. ഈ കപ്പൽ ആടി ഒലിയില്ല സർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. നമ്മുടെ കപ്പിത്താൻ വന്നിരിക്കുകയാണ്. കപ്പിത്താൻ വന്നപ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എനിക്ക് പിണറായി വിജയന്റെ ചില ആറ്റിറ്റ്യൂഡുകളോട് എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹം കേരളത്തിന് ചെയ്ത ഈ പറയുന്ന കോവിഡ് വന്ന സമയത്തും നിപ്പ വന്ന സമയത്തും ഒക്കെ അദ്ദേഹം നെഞ്ചും പിരിച്ച് നിന്ന സാധനങ്ങളോടൊക്കെ എനിക്ക് വളരെയധികം നല്ല നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വീണ ജോർജിനെ കാണാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി വന്നപ്പോഴത്തേനും നിങ്ങൾ ദാ അങ്ങോട്ട് നോക്കൂ. ഓക്കെ, പ്രിയ ആരോഗ്യമന്ത്രി അവിടെ കട്ടിൽ തന്നെ കിടക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി വന്നപ്പോ പുള്ളിക്കാരിക്ക് എണ്ണിക്കാൻ പോലും വയ്യ. സ്വാഭാവികമായിട്ടും എന്താടേ, മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ വരുമ്പോഴത്തേനും തന്റെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി എന്ന ആൾക്ക് എണീക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും എണീക്കാനൊന്ന് ശ്രമിക്കും. പക്ഷെ പുള്ളിക്കാരി എണീക്കാൻ പറ്റുന്നില്ല. കഴുത്തിന് അഗാധമായ രീതിയിൽ വലിയ പരിക്കുകൾ ഏറ്റിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് എണീക്കാൻ പറ്റില്ല. മനസ്സിലാക്കുക കേട്ടോ, അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ദാണ്ട് ഇവിടെ ഒരു 3-4 സ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് കാണാം. ടൂക്ക് എന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും ഈ സ്വിച്ച് ബോർഡിന്റെ ഒന്നും സ്വിച്ച് ഓൺ ആക്കിയില്ല. അഭിനയിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ, നമ്മൾ സറൗണ്ടിങ്സ് ഒക്കെ ശ്രദ്ധിക്കണം. ഇത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? സ്വിച്ച് എന്താ ഓൺ ചെയ്യാഞ്ഞേ? അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേനും സ്വിച്ചൊക്കെ ഓൺ ചെയ്യണം കേട്ടോ. സ്വിച്ചൊക്കെ ഓൺ ചെയ്താലേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളതാണ് എന്റെ അറിവ്. ഇനി സ്വിച്ച് ഇല്ലാതെ വർക്ക് ചെയ്യുന്നൊക്കെ ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള പുതിയ ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ആരോഗ്യ വകുപ്പ് മന്ത്രിയാണല്ലോ, പുതിയ അങ്ങനത്തെ സ്കീമൊക്കെ ഉണ്ടാവും. കേട്ട് നമ്മുടെ മുഖ്യമന്ത്രി വന്നപ്പോഴത്തേനും ശ്രീമതി വീണ ജോർജിന് എണീക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ദാ ഇങ്ങോട്ട് നോക്കൂ, മുറ്റത്തൊരു മൈന അവിടുത്തെ നേഴ്സുമാരുമായിട്ട് കളിച്ച് ആഘോഷിച്ച് ഉല്ലസിച്ച് നിൽക്കുന്ന നമ്മുടെ വീണ ജോർജിനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി വന്നപ്പോ പോലും പുള്ളിക്കാർക്ക് എണീക്കാൻ പറ്റിയിട്ടില്ല. മുഖ്യമന്ത്രി വന്നപ്പോ പോലും. അന്നേരം മീഡിയക്കാർ കൂടെ കയറുമല്ലോ. ഇതിപ്പോ ചേച്ചിമാര് ഒറ്റയ്ക്ക് എടുത്തല്ലേ. ഇതിനകത്ത് വലിയ കോമഡി എന്ന് പറഞ്ഞാൽ വീണ ജോർജിനെ ഈ പിടിച്ച് കയറ്റി കട്ടിലേക്ക് കടത്തുന്ന സമയത്ത് ഈ കൂടെ നിൽക്കുന്ന നേഴ്സിന്റെ മുഖത്ത് എന്തൊരു നാടകം ഇത്, ഈ ഒരു ചിരി വന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് ഞാൻ കാണിക്കുന്നില്ല. ഇനി ഇതിന്റെ പേരിൽ റിലീസായിട്ട് സാധനമുണ്ട്. ഏതാ ഈ അടിക്കുന്ന യൂത്ത് കോൺഗ്രസ് ആരാ നിങ്ങൾക്ക് അറിയണ്ടേ? അറിയാം. നമ്മൾ ആദ്യം ഒരു കറുത്ത ഡ്രസ് ഇട്ടൊരു പുള്ളിക്കാരനെ കാണിച്ച ഓർമ്മയുണ്ടോ? ആ പുള്ളിക്കാരനാണ് ഈ പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ അടിച്ചിട്ടൊന്നുമില്ല, പുള്ളിക്കാരന്റെ കൈയാണ് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. അതാണ് ഈ കറുപ്പ് വസ്ത്രം ധരിച്ച യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലിപ്പിടിപ്പിച്ചു എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ LDF ആൾക്കാർ ഈ സാധനം റിലീസ് ചെയ്തു. ഇതാണ് ആ അടിക്കുന്ന രംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിനെ കോൺഗ്രസ് മീഡിയ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ സ്ലോ മോഷൻ ആക്കി കാണിച്ചിരുന്നു. ഈ സ്ലോ മോഷനിൽ കാണുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. സ്ലോ മോഷനിൽ കണ്ടു. മന്ത്രി ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് FIR-ൽ പറയുന്നത്. ഇതാണ് CPM പുറത്തുവിട്ടിരിക്കുന്ന പുതിയ ചിത്രം. ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ CPM പുറത്തുവിട്ട ചിത്രം നിങ്ങൾ കണ്ടല്ലോ. CPM പുറത്തുവിട്ട ചിത്രത്തിൽ ഒരു കറുത്ത കരങ്ങൾ ഇങ്ങനെ പാഞ്ഞു പോകുന്നത് കാണാം. CCTV നോക്കിയപ്പോഴത്തേനും ദൃശ്യങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. CCTV പരിശോധിച്ചു വീണയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളില്ല. കയ്യേറ്റം ചെയ്താലല്ലേ ദൃശ്യങ്ങൾ വരൂ. ഇനി നമുക്ക് കോൺഗ്രസ് മീഡിയയിലേക്ക് പോവാം. ആ കറുത്ത ഡ്രസ് ഇട്ട ആ പുള്ളിക്കാരൻ കൂടെ തന്നെ ഉണ്ട്. ആ പുള്ളിക്കാരന്റെ തോളിൽ ഒരു ബാഗ് ഉണ്ട്. അങ്ങനെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ശ്രീമതി വീണ ജോർജ് നടന്നു പോകുമ്പോഴത്തേനും പോലീസുകാരൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരം വിളിയൊക്കെ വരുമ്പോഴത്തേനും പോകുന്നു. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ പോയ ചേട്ടൻ പതിയെ പുറകിലേക്ക് പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പുറകിലേക്ക് പോകുന്ന രംഗങ്ങളിൽ ആ ചേട്ടന്റെ കരങ്ങളാണ് നമ്മൾ ആ കണ്ട കരങ്ങൾ. ഈ കഴുത്ത് ഒടിക്കൽ നാടകത്തിന്റെ പിന്നിലുള്ള കറുത്ത കരങ്ങൾ ഈ ചേട്ടന്റെ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ എനിക്കൊരു അഭിപ്രായം ഉള്ളതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ മുഴുവൻ തമ്മിൽ തല്ലാണ്.
ഷാഫി പറമ്പിൽ സംസാരിക്കാതിരിക്കാൻ കൊങ്ങയ്ക്ക് പിടിച്ച് തള്ളുന്നു. എന്നിട്ട് വന്നിട്ട് അത് A1 ടെക്നോളജി, സാങ്കേതിക വിദ്യകളിൽ സംഭവിച്ചതാണ്, അത് അങ്ങനൊന്നും അല്ല, ഞാൻ ഷാഫി പറമ്പിൽ ചെയ്യാൻ പറഞ്ഞത്, അത് കട്ട് ചെയ്ത് പേസ്റ്റ്, ഇങ്ങനെ അവിടെ തമ്മിത്തല്ലിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം. നിങ്ങൾ നല്ല രീതിക്ക് നിന്നാൽ തന്നെ നിങ്ങൾ ജയിക്കും. കമ്മ്യൂണിസ്റ്റുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല രീതിക്ക് നിന്നാ, ഒന്നും ചെയ്യാതെ നിന്നാൽ നിങ്ങൾ ജയിക്കും. ഇമാതിരി നാടകങ്ങൾ കളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല അതിവിദഗ്ധമായി തോക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു ടീമിന്റെ നീ ജയിച്ചോ, നീ ജയിച്ചോ, നിങ്ങൾക്ക് ഞങ്ങള് മാർക്കറ്റിംഗ് ചെയ്തു തരാം എന്ന് പറയുന്ന സാധനമായിട്ടാണ് ഈ വീണ ജോർജിന്റെ കഴുത്തുളുക്കൽ നാടകം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി ഇതിനെ ചൊല്ലി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഗോവിന്ദൻ സഖാവ് പറയുന്നുണ്ട്. എനിക്ക് പുള്ളിനെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്തതിന്റെ കാരണം പുള്ളിക്കാരൻ ഒരുപാട് കള്ളം പറയുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഇപ്പൊ പറയുന്നത് അപ്പൊ തന്നെ മാറ്റി പറയുന്ന ഒരു പ്രത്യേകതരം കഴിവ് ഈ ഗോവിന്ദൻ സഖാവിനുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്ന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ചീത്ത വിളിക്കാം. ഓക്കെ, നമുക്കപ്പോ ഗോവിന്ദൻ സഖാവ് പറയാം കേൾക്കാം. മന്ത്രിക്കെതിരായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരില്ല. മന്ത്രിക്കെതിരായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരില്ല. ആദ്യത്തെ സംഭവമാണ് റീത്ത് വെക്കുക, കൊല്ലുന്നു പ്രഖ്യാപിക്കുക, എന്നിട്ട് കൊല്ലാനുള്ള ശ്രമം നടത്തുക. അതാണ്ടായേ. ആരെങ്കിലും അങ്ങനെ സമ്മതിച്ചു കൊടുക്കും? അതാണ് KSU, അതാണ് കോൺഗ്രസ്, അതാണ് VD സതീശൻ. കളവ് എന്തെല്ലാം പറയാൻ പറ്റുമോ അത് മുഴുവൻ പറയാന്നുള്ളതാണ്. അതായത് ഒരു മോഷണം പഠിപ്പിക്കുന്ന ഒരു സ്കൂള്, ആ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ഇരുന്നിട്ട് അവിടെ ജോയിൻ ചെയ്തൊരു സ്റ്റുഡന്റിനെ കുറിച്ച് പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കളവ് എന്താന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ കളവ് പറഞ്ഞിട്ടേ ഇല്ല. ഗണപതി ഒരു മിത്താണ്, മിത്തല്ലാതെ എന്താണ് ഗണപതി? ഗണപതിന്റെ ശാസ്ത്രമാണ്. പിന്നെ വന്നിട്ട് ഞാനത് പറഞ്ഞിട്ടില്ല, ഗണപതിക്ക് വിശ്വാസമല്ലേ എന്ന് പറഞ്ഞ ടീമാണ് അവര് കളവ് പറയുമെന്ന്. ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ടുള്ള മന്ത്രിയുടെ നേരെ ആക്രമം അഴിച്ചുവിടുക എന്നത് നമ്മുടെ ഇന്നുവരെ നടന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കല്ലെറിയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ നെറ്റിക്ക് കല്ലെറിഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ചില ടീമുകൾ. അന്നേരം ഇതൊന്നും കണ്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ പടലിക്ക് അറിയാം, മുഖ്യമന്ത്രിയുടെ നെറ്റ് നോക്കി അറിയാം. ആരോഗ്യമന്ത്രി അത് പറ്റത്തില്ല. അങ്ങനെയാണോ? ശരിക്കും അവര് നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെ. ഈ ചുമ്മാ ഒരു നാടകം കാണിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സഖാക്കളെ, അത് നല്ല സഖാക്കളെ അല്ല കേട്ടോ ഞാൻ പറഞ്ഞു, ഉടായ്പ സഖാക്കളെ. നമ്മളിപ്പോ എല്ലായിടത്തും CCTV ക്യാമറകളുണ്ട്. നമുക്കിങ്ങനെ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അത് സാധ്യമല്ലത്, അത് പൊളിയും. ഇപ്പോ എന്തായാലും വീണ ജോർജിന്റെ ഇമേജ് കൊള്ളാം. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനി കുറച്ചു നാളത്തെ കാര്യം കത്രിക പറ്റി കുടുങ്ങിയ കേസ് ചോദിക്കത്തില്ലല്ലോ. കഴുത്തെ ബെൽറ്റൊക്കെ ഇട്ടിട്ട് അയ്യോ ശരിക്കും വയ്യ, എന്റെ കഴുത്തെ ആരും സംസാരിക്കില്ലേ, കഴുത്ത് വയ്യ എന്ന് പറഞ്ഞിട്ട് കുറെ നാൾ സ്കിപ്പ് അടിക്കാം. ഇനി ആ വിഷയത്തെ കുറിച്ച് ആരും ചോദിക്കത്തില്ല. ആ വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ഞാനാണ് ഓപ്പറേഷൻ ചെയ്തേ, ആരോഗ്യമന്ത്രിയാണ് ഓപ്പറേഷൻ ചെയ്തേ. പിന്നെ നിങ്ങൾ എന്തിനാണ് ആരോഗ്യമന്ത്രിയാക്കി ഇരുത്തിയിരിക്കുന്നത്? നിങ്ങൾ ശൈലജ ടീച്ചറിനെ കണ്ടുപഠിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അവരെ കണ്ടുപഠിക്കണം, ലിറ്ററലി നിങ്ങൾ അവരെ കണ്ടുപിടിക്കണം. ആ ഒരു വകുപ്പ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നിങ്ങളാണ് അവിടെ നടക്കുന്ന ഓരോ പിഴവുകൾക്കും ഓരോ നല്ല കാര്യങ്ങൾക്കും ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. അവിടെ ഒരു നല്ലത് നടന്നിരുന്നെങ്കിൽ നിങ്ങൾ ഈ സാധനം ഏറ്റെടുക്കത്തില്ലായിരുന്നോ? കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടിരുന്നു, ഇതുപോലെ തന്നെ വയറ്റിൽ കത്രി കുടുങ്ങിയ ഒരാളെ അവർ തിരിച്ചു വിളിച്ചു. കത്രിയെ വയറ്റിൽ കുടുങ്ങിയ സംശയമുണ്ട്, നമുക്ക് സർജറി ചെയ്യണം. ഈ പുള്ളിക്കാരൻ ക്യാൻസർ ആയിട്ട് മരണപ്പെട്ടു. അതൊന്നും സീനല്ല, കത്രി കുടുങ്ങിയിട്ടുണ്ട്, നമ്മൾ ഇപ്പോഴത് കണ്ടുപിടിച്ചതാ. എന്തൊരു ആരോഗ്യ വകുപ്പാണ് ഇത്? ഇത് ഇവരുടെ സമയത്ത് സംഭവിച്ചാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് ബാക്കിയാണ് നമ്മളെ ബാക്കി കളവ് പറയാത്തളുടെ ബാക്കിയാക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ നുണജാതാന്ന് വെറുതെ പറഞ്ഞല്ല, അതാ കാര്യം. എന്ന് പറഞ്ഞാൽ ഇതെന്തും പറയാം, യാതൊരു തരത്തിലുള്ള കൂസലില്ലായ്മ, എന്നിട്ട് എന്ത് കളവും പറയുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അതാണ് കോൺഗ്രസ്, അതാണ് യൂത്ത് കോൺഗ്രസ്, അതാണ് KSU. പഠിപ്പിക്കല്ലേ എല്ലാവരെയും കളവ് പറയാൻ. അത് നേരെ VD സതീശൻ മുതൽ തുടങ്ങല്ലേ കളവ് പറയാൻ വേണ്ടി. ഇതെല്ലാം പകൽ പിടിച്ച പോലെ എല്ലാവരും കണ്ടത് തന്നെയല്ലേ. ആ ഒരു ഓർമ്മ ഉണ്ടായാൽ മതി. ഇതിൽ പകല് വെളിച്ചം പോലെ ഇത് നമ്മളെല്ലാരും കാണുന്നതാണെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി. അത് മാത്രം മതി എനിക്ക്. നിങ്ങൾ എന്തരൊക്കെയാണ് ഈ കാണിക്കണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പിഴവ് വരുമ്പോഴത്തേനും അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള സാധനങ്ങളാണ് ശ്രമിക്കേണ്ടത്. അതിന് പകരം ഇങ്ങനെ കിടന്ന് മെഴുകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ മെഴുകല് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും, ഇവർക്കൊക്കെ എത്ര വയസ്സുണ്ടാവും ഇന്നത്തെ നമ്മുടെ നേതാക്കന്മാർക്ക്? ആ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് ആ ജനറേഷൻ അല്ല ഇന്ന ജനറേഷൻ കുറച്ചും കൂടെ ചിന്തിക്കും, കുറച്ചും കൂടി ഈ സാധനത്തിനൊക്കെ അനലൈസ് ചെയ്യുന്നുള്ള മനസ്സിലാക്കുക. പണ്ടത്തെ കാലത്ത് ഒരുത്തൻ ഒരു പാർട്ടിയിൽ ചേർന്നു, ഏതോ ഒരു പാർട്ടി XY, എന്നിട്ട് അവനെ കൊച്ചിലെ മുതലേ പറഞ്ഞു പഠിപ്പിക്കുന്നു, എടാ എന്ത് വന്നാലും നമ്മൾ ഈ പാർട്ടി വിട്ടുപോലും പാർട്ടിയാണ് നമ്മുടെ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നു. അവന്റെ കാരണം നോക്കിയൊന്ന് പോയിച്ചാലും അവൻ സഹിച്ചിരിക്കും. ഇന്നങ്ങനെ ചെയ്യില്ല നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പുറം പോവും ഇപ്പുറം പോവും, പല സാധനങ്ങളുണ്ട്, ആൾക്കാർ വിലയിരുത്തും. ഏതായാലും കൊള്ളാം. ഇനി മറ്റേ സാധനം മുങ്ങിപ്പോയല്ലോ, കത്രികയുടെ കേസ് മുങ്ങിയല്ലോ.
എനിക്ക് അത് അറിഞ്ഞാൽ മതി, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ആ സാധനത്തിൽ നിങ്ങൾ സേഫ് ആയല്ലോ. ഇനി അടുത്ത ഇലക്ഷൻ വരുന്നവരെ ആരോഗ്യമന്ത്രിയുടെ വായിൽ നിന്ന് ഘമാന്നൊരു അക്ഷരം വരത്തില്ല. കയ്യിലെന്തോ പരിക്കുണ്ടെന്ന് പറഞ്ഞൊരു നാടകം, കഴുത്തിലുണ്ടെന്ന് പറഞ്ഞ നാടകം, നാടകമേ ഉലകം.